ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഓഫായതുകൊണ്ട് ഞങ്ങളിവിടെ ഒരു സ്ഥലം ഇവിടെ പോവുകയാണ്. ഒരു കടയിലോട്ടാണ് പോണേ. നമ്മുടെ ഇവിടെയുള്ള ബർക്കിംഘട്ടുള്ള കടയിലോട്ടാണ് പോണേ. നമ്മൾ ഇന്ത്യൻ ഷോപ്പിലോട്ടാണ് പോണേ. അവിടുന്ന് കുറച്ച് നമ്മുടേതായ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അതുപോലെ നമുക്ക് വേണ്ട കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാനും പുതിയൊരു ഷോറൂം ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ അപ്പോൾ നിങ്ങളുമായിട്ട് കാണിക്കാം എന്നോർത്താണ് പോകുന്നത്. ഇപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇപ്പം പണ്ട് ഞാൻ എപ്പോഴും കാണിച്ച ചെസ്റ്റർ ഏരിയ ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വീട് മാറിയത് കൊണ്ട് തന്നെ ബർക്കിംഘട്ടിലോട്ട് പോണ വഴികളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മലയാളി കടകളൊക്കെ ഉണ്ട്, അതുപോലെ ഇന്ത്യൻ ഷോപ്പുണ്ട്. അപ്പോൾ ആ കടകളിലൊക്കെ സാധനങ്ങളൊക്കെ കുറച്ച് നമുക്ക് മേടിക്കാനുണ്ട്. അപ്പം ഓർത്ത് കഴിക്കാലും പോവുകയാണല്ലോ, കുറേ നാളായി ഇങ്ങനത്തെ വീഡിയോ ഇട്ടിട്ടും. അപ്പോൾ ഇന്നത്തെ ഷോപ്പിങ്ങൊക്കെ ജസ്റ്റ് സാധനങ്ങളൊക്കെ മേടിച്ചതൊക്കെ നിങ്ങളുമായിട്ട് കാണിക്കാം. അല്ലെങ്കിൽ ആ പുതിയ ഷോറൂം നമ്മുടെ പാത്രങ്ങളൊക്കെ നമുക്ക് വേണ്ടതായ കിച്ചൺ ഐറ്റംസ് ഉള്ള ഒരു കട തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് കാണാം, അതിലെ ഐറ്റംസൊക്കെ ഒന്ന് കാണാം എന്നൊക്കെ ഓർത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരികയും ചെയ്യാതാണ് ഇന്നത്തെ യാത്ര കേട്ടോ. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പം ഇന്നത്തെ യാത്രയിൽ നിങ്ങളുടെ പോലെ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് സാധനങ്ങളൊക്കെ മേടിച്ചതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും മുത്തു സ്റ്റാഴ്സിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നമ്മുടെ കടേൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. നമുക്കിനി കാറ് പാർക്ക് ചെയ്തിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാനൊക്കെ ആയിട്ട് പോകാം. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് നമ്മുടെ പുതിയ ഷോറൂമാണ്. ഫ്രഷ് ഡേയ്സിൻ്റെ അതിനകത്ത് തന്നെയുള്ള മലയാളികളുടെ കടയാണ്. അതിനകത്ത് അണ്ടർഗ്രൗണ്ടിലാണ് ഈ സ്റ്റോറും തുടങ്ങിയിരിക്കുന്നത്, ഈ ഷോപ്പ് കേട്ടോ. അപ്പോൾ ധാരാളം പാത്രങ്ങൾ, നമ്മുടെ നാട്ടിലെ എല്ലാ തരം പാത്രങ്ങളും ഇവിടെയുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പാത്രങ്ങളും ഇപ്പം നമുക്ക് നാട്ടിൽ നിന്നൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അത്യാവശ്യം വേണ്ട കുക്കറ്, മിക്സി, പിന്നെ വേണ്ട നമ്മുടെ ചട്ടികൾ, പാത്രങ്ങൾ, അരിപ്പകൾ, സ്റ്റീൽ പാത്രങ്ങൾ എന്ന് വേണ്ട ഒട്ടുമിക്ക സാധനങ്ങൾ, ചൂല്, ബ്രഷ്, അങ്ങനത്തെ ഐറ്റംസ്, പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ ഗ്ലാസ് ഐറ്റംസ്, അങ്ങനെ വേണ്ട ഒട്ടുമിക്ക ഐറ്റംസും ഇവിടെ ഉണ്ട്. ഈ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മേടിക്കാൻ പറ്റും. നമുക്ക് പണ്ട് പല സ്ഥലത്ത് പോകേണ്ട വരുമായിരുന്നു. ഇപ്പോൾ നമുക്ക് നിയറായിട്ട് തന്നെ ഇങ്ങനൊരു ഷോറൂം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ തീർച്ചയായും ഇവിടെ വന്ന് ഷോറൂം നിങ്ങൾക്ക് നോക്കി മേടിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഇഡ്ഡലി പാത്രം ഇല്ലാതിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇപ്പം മേടിച്ചത് ഇഡ്ഡലി പാത്രമാണ് മേടിച്ചത്. കുഴപ്പമില്ല, പല വെറൈറ്റി മോഡലിലുള്ള ഇഡ്ഡലി പാത്രം ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഇഡ്ഡലി പാത്രം ഞാനങ്ങ് മേടിച്ചു. ഒരുപാട് വിലകളൊന്നുമില്ല. പിന്നെ ഇത് ഞാൻ ഉണ്ണിയപ്പച്ചട്ടി ചോദിച്ചു, എനിക്ക് ഉണ്ണിയപ്പച്ചട്ടിയും കൂടെ വേണമായിരുന്നു. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി ചോദിച്ചപ്പം അവർ പറഞ്ഞു ഉണ്ണിയപ്പച്ചട്ടി ഇല്ല, ഇനി വരും എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് നോക്കാം, അങ്ങനെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മേടിക്കണം എന്നുണ്ട്. പിന്നെ അപ്പോൾ ഈ കട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കാണുന്നു അല്ലേ? ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഒരുപാട്. എല്ലാം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കുറേ ഭാഗങ്ങൾ എനിക്ക് കിട്ടിയത് എടുക്കാൻ പറ്റിയ അത്രയും ഭാഗങ്ങൾ എടുത്തു. ഇതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ സാധനങ്ങളെല്ലാം സാധനം മേടിച്ചൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ വീട്ടിൽ വന്നപ്പോൾ നമ്മൾ മേടിച്ച സാധനങ്ങൾ കാണിക്കാം. ഇപ്പോൾ 2 ഫ്രോസൺ പൊറോട്ട മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ ഈസിയാണല്ലോ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക്. അങ്ങനെ അതുപോലെ ഗ്രേറ്റഡ് കോക്കനട്ട് നമ്മൾ ഫ്രോസൺ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഫ്രോസന് ഒരു പാക്കറ്റ്, അതുപോലെ ഗാർലിക്കും ഒരു പാക്കറ്റ് ഫ്രോസൺ ഐറ്റം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെടുത്തത് റവ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളക്, വേറെ നമ്മൾ ഇത് വൻപയർ, പിന്നെ കോക്കനട്ട് മിൽക്ക് പാക്കറ്റിലുള്ള മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ കടലപ്പൊടി, അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പിള്ളേർക്കൊക്കെ അതിന് വേണ്ടി മേടിച്ചതാണ്. പിന്നെ ഇതേ ഒരു ഫിഷാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് കേട്ടോ. ഫിഷ് ഒരു പാക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് കറി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കൂട്ടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്രോസൺ അങ്ങ് മേടിച്ചു. പിന്നെ ബനാന, ഏത്തക്ക കേട്ടോ, ഏത്തക്ക പഴവും പുഴുങ്ങുകയോ അല്ലെങ്കിൽ ഏത്തക്ക ബോളി ഉണ്ടാക്കാമെന്നൊക്കെ ഓർത്താണ് മേടിച്ചത്. നമ്മുടെ വൻകടൽ, നമ്മുടെ ബ്ലാക്ക് കടല, പിന്നെ നമ്മൾ മേടിച്ച കറി ലീഫ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഗാർലിക്ക്, ഫ്രഷായിട്ടുള്ള ഗാർലിക്ക് മേടിച്ചു. അതുപോലെ നമ്മുടെ പപ്പടം, ഫ്രൈഡേക്ക് നമുക്ക് പപ്പടം ഉണ്ടെങ്കിൽ ചോറിന് ഭയങ്കര ഇഷ്ടമാണ്. നോയമ്പെടുക്കുന്ന സമയത്തൊക്കെ
പിന്നെ ഇടിയപ്പപ്പൊടി മേടിച്ചിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലി പാത്രം ഇടിയപ്പം ഉണ്ടാക്കാൻ ഒത്തിരി നാളായിട്ട്. ഇപ്പോൾ ഇഡ്ഡലി പാത്രം അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഇടിയപ്പം ഉണ്ടാക്കണം എന്നാഗ്രഹമുണ്ട്. പിന്നെ ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റ്, അത് ഇഷ്ടമാണല്ലോ പിള്ളേർക്ക്, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എപ്പോഴും മേടിക്കും, വെയിറ്റിൽ നിന്നൊക്കെ ഞങ്ങളെപ്പോഴും മേടിച്ചെടുക്കുന്നതാണ്. പിന്നെ നമ്മളിത് വാഴക്കൂമ്പ്, നമ്മുടെ കൂമ്പും പയറും ഒക്കെ അറുത്ത് മേടിച്ചു. പിന്നെ ഇത് അടപ്രഥമൻ ഉണ്ടാക്കാനുള്ള അട മേടിച്ചിട്ടുണ്ട്. അതുപോലെ മിക്സർ. പിന്നെ നമ്മൾ മേടിച്ച ഐറ്റം എന്താ, കോക്കനട്ട് മിൽക്കിൻ്റെ ഇതിനകത്തുള്ളത് കേട്ടോ, ബോട്ടിലുള്ളത്. പിന്നെ നമ്മുടെ സാമ്പ്രാണി, ഈ സൈക്കിൾ അഗർബത്തി, പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള അത് തന്നെ, അതിൻ്റെ അതേ സ്മെല്ലൊക്കെ ആയിട്ടുള്ള സൈക്കിൾ അഗർബത്തിൻ്റെ സാമ്പ്രാണി. പിന്നെ കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനം. പിന്നെ ഇഡ്ഡലി പാത്രം അവിടെ നമ്മൾ മേടിച്ചത്. നമ്മൾ തിരിച്ച് പോരുകയാണ്, വീട്ടിലോട്ട് പോരുകയാണ്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഷോപ്പിങ്ങിൽ ഞങ്ങൾ മേടിച്ച സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അപ്പോൾ ഇതെല്ലാം വെച്ച് ഇനി നമുക്ക് ഓരോ ഐറ്റംസ് ഉണ്ടാക്കണം. അതുപോലെ ഇന്നത്തെ യാത്ര നല്ല ഇതായിരുന്നു. ഞാനതുപോലെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നവരോർക്കും ഞാൻ കുറച്ച് വലിച്ചു നീട്ടിയൊക്കെ പറയുന്നു അല്ലെങ്കിൽ ചെയ്യുന്നൊക്കെ ആയിട്ട് തോന്നുമായിരിക്കും. എന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഒരുപാട് പെട്ടെന്ന് പറഞ്ഞു തീർക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ അങ്ങ് വീഡിയോ ഇടുന്നു എന്നേ ഉള്ളൂ. അപ്പം ഇഷ്ടമുള്ളവർ കാണുക. നിങ്ങൾക്ക് താല്പര്യം ഉള്ളതുകൊണ്ടാണല്ലോ കുറച്ച് പേരെങ്കിലൊക്കെ എൻ്റെ വീഡിയോ കാണുന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു വീഡിയോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇടാൻ വേണമല്ലോ, ഒരു കണ്ടൻറ്റൊക്കെ വേണമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഷോപ്പിങ്ങിന് പോയപ്പോൾ മെയിനായിട്ട് ആ പുതിയ ഷോറൂം തുറന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ മെയിനായിട്ട് എടുത്തത് ഈ വീഡിയോ. അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് നമ്മൾ പോയപ്പോൾ എടുത്ത സ്ഥലവും അതുപോലെ നമ്മൾ മേടിച്ച ഐറ്റംസൊക്കെ നിങ്ങളുമായിട്ടൊന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്കിതെല്ലാം ഇവിടെ കിട്ടുമെന്നറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, എൻജോയ് ചെയ്തു എന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വേറെ വേറെ വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും അതുവരെ ബൈ ബൈ.